ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യവിസ്മയങ്ങളിലേക്ക് സ്വാഗതം. വാഴ്ത്തപ്പെട്ട മേരി ബാഗ്നസി ഇറ്റലിയിലെ ഒരു പുണ്യവതി. 1514 ജനിച്ച് 1577 നിത്യതയിലേക്ക് യാത്രയായ വാഴ്ത്തപ്പെട്ടവൾ. ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് ഈ വിശുദ്ധ ജീവിച്ചിരുന്നത്. ഫ്ലോറൻസ് പലതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇറ്റാലിയൻ റെനൈസൻസിൻ്റെ തന്നെ ഒരു ആരംഭം കുറിച്ച ജന്മദേശമെന്ന് വേണമെങ്കിൽ പറയാവുന്ന സ്ഥലമാണത്. മധ്യകാല യൂറോപ്പിൻ്റെ കച്ചവട വളർച്ചയുടെ വഴികളിൽ ഫ്ലോറൻസിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. ഏതാണ്ട് 11-ാം നൂറ്റാണ്ട് മുതലുള്ള ഫ്ലോറൻസിൻ്റെ വളർച്ച ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. 15-16 നൂറ്റാണ്ടുകളിലൊക്കെ വിവിധങ്ങളായ പ്രഭു കുടുംബങ്ങളാണ് ഫ്ലോറൻസിൻ്റെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക അവസ്ഥകളെ നയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പലതരത്തിലും സാഹിത്യത്തിൻ്റെയും കലയുടെയും ഒക്കെ വളർച്ചയുടെ വഴികളിൽ ഫ്ലോറൻസ് പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നുണ്ട്. ഇറ്റലിയുടെ തന്നെ സാംസ്കാരിക വളർച്ചയുടെ വഴികളിൽ ഇറ്റാലിയൻ ഭാഷയുടെ തന്നെ ഏതാണ്ട് ഒരു രൂപീകരണവും അതിൻ്റെ ഒരു കൃത്യമായ ഒരു വളർച്ചയും ഒക്കെ സംഭവിക്കുന്നത് ഫ്ലോറൻസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചരിത്രത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സാഹിത്യത്തിൻ്റെയും കവിതയുടെയും ഒക്കെ മേഖലകളിൽ ഫ്ലോറൻസിനെ മാറ്റി നിർത്താനായിട്ട് പറ്റുകയില്ല. ഇങ്ങനെ പലതുകൊണ്ടും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രദേശം, ടൂറിസ്റ്റുകളുടെയൊക്കെ ഇന്നും ആകർഷകമായ ഒരു സ്ഥലമായിട്ടാണ് ഫ്ലോറൻസ് അറിയപ്പെടുന്നത്. വളർച്ചയുടെ വഴികളിൽ ഏതാണ്ട് മധ്യകാലഘട്ടത്തിൽ 16-ാം നൂറ്റാണ്ടിലാണ് ഈ പ്രദേശത്ത് നമ്മുടെ വിശുദ്ധ ജനിക്കുന്നത്. സഹനത്തിൻ്റെ തീച്ചൂളയിൽ ജീവിച്ച് വിശുദ്ധയായ ഒരു വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട മേരി ബാഗ്നസി. അത്രമാത്രം വലിയ കഠിനമായ അസാധാരണമായ സഹനത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തി. തൻ്റെ ജീവിതത്തിൻ്റെ ചെറുപ്പം മുഴുവനും കർത്താവിന് വിട്ടുകൊടുത്തു. അതീവ സുന്ദരിയായ ഒരു വ്യക്തിയായിരുന്നു ഇവൾ. ബാല്യത്തിൽ തന്നെ വളരെ സൗന്ദര്യത്തിൻ്റെ തികവിൽ സന്തോഷപ്രകൃതിയോടുകൂടി ഇവൾ ജീവിച്ചു. ആ നാളുകളിലാണ് അമ്മയുടെ മരണം അവളെ ദുഃഖത്തിലാഴ്ത്തുന്നത്. പക്ഷേ അമ്മയുടെ മരണത്തിനെ അതിജീവിക്കുവാൻ അവൾക്ക് കഴിയുന്നുണ്ട്. അവളുടെ ചെറുപ്പത്തിൻ്റെ ബലഹീനതകളൊന്നും അത് ബാധിക്കാത്ത വിധം അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ട ഒരു ആവശ്യത്തിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് അവൾ എത്തുകയാണ്. അപ്പോൾ കുറേ കൂടി സന്തോഷത്തോടു കൂടി തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സ്വഭാവ പ്രകൃതിയിലേക്ക് ഈ വിശുദ്ധ വളരെ ചെറുപ്പത്തിൽ തന്നെ, തൻ്റെ കൗമാരത്തിൽ തന്നെ വളർന്നെത്തുകയാണ്. അവൾക്ക് വേണ്ടി ധാരാളം വിവാഹ ആലോചനകൾ വരുന്നു. സന്തോഷപ്രകൃതിയും സൗന്ദര്യവും ഉത്സാഹവും എല്ലാം കൂടി, സ്വഭാവശുദ്ധിയും എല്ലാം കൂടി ചേർന്നപ്പോൾ അസാധാരണമായൊരു വ്യക്തിത്വമായിട്ട് മേരി ബാഗ്നസി വളർന്നിരുന്നു. ഇവരുടെ ആദ്യത്തെ പേര് മേരി ബർത്തലോമിയ എന്നാണ്. അപ്പോൾ മേരി ബർത്തലോമിയയിൽ ആകൃഷ്ടരായിട്ട് ധാരാളം ചെറുപ്പക്കാർ വിവാഹാലോചനകളുമായിട്ട് വരുന്നു. 16 വയസ്സായപ്പോൾ തന്നെ ധാരാളം ആളുകൾ വിവാഹത്തിന് വേണ്ടിയിട്ട് ഇവളുടെ സമീപത്തെത്തുകയും അപ്പനെ സമീപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയെ നീ വിവാഹത്തിന് അനുവദിക്കുക, ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് അപ്പൻ പറയുമ്പോൾ അവൾ തൻ്റെ ഉള്ളു തുറന്നു വെക്കും. ഞാൻ കന്യാത്വം നേർന്നതാണ്, എൻ്റെ ജീവിതം മുഴുവൻ എൻ്റെ ആത്മമണവാളനായ ക്രിസ്തുവിനെ ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി മറ്റൊരു വ്യക്തിയെ വരിക്കാൻ എനിക്ക് സാധ്യമല്ല എന്നവൾ തുറന്നു പറഞ്ഞു. അപ്പൻ്റെ നിർബന്ധം പലതരത്തിലും ഉണ്ടായി. പല വ്യക്തികളിലൂടെയും ഒക്കെ നിർബന്ധിച്ചെങ്കിലും ഒന്നിനും അവൾ വഴങ്ങിയില്ല. ദൈവത്തിൻ്റെ കൃപയ്ക്കായി അവൾ യാചിക്കുകയാണ്. വല്ലാത്ത നിർബന്ധങ്ങൾ വന്നതോടുകൂടി അവൾ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലിന് വേണ്ടിയിട്ട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ദൈവം ഇടപെട്ടത് ഒരു രോഗത്തിലൂടെയാണ്. കഠിനമായ രോഗത്തിലേക്ക് ഇവരുടെ ജീവിതം എത്തുകയാണ്. ആന്തരികമായ ആന്തരിക അവയവങ്ങളിലൊക്കെ രോഗം ബാധിക്കുന്നുണ്ട്. ഒരു ജ്വരക്കിടക്കയിലേക്ക് അവൾ മാറുകയാണ്. ജ്വരക്കിടക്കയെ ബലിവേദിയാക്കി മാറ്റിയ ഒരു വ്യക്തിയായിട്ട് മേരി ബാഗ്നസി രൂപം പ്രാപിക്കുകയാണ്. തൻ്റെ സഹനങ്ങൾക്ക് എന്താണ് കാരണം, എന്താണ് ഈ രോഗത്തിൻ്റെ കാരണമെന്ന് പോലും ഡോക്ടേഴ്സിന് കണ്ടെത്താൻ വയ്യാത്ത വിധം ഒരു രോഗാതുരമായ അവസ്ഥയിലേക്ക് അവരുടെ ജീവിതം എത്തിച്ചേരുന്നു.
അവളുടെ രോഗാവസ്ഥയിൽ അല്പം പോലും പരാതി പറയാതെ എല്ലാം ദൈവത്തിൻ്റെ വഴിയായിട്ട് സ്വീകരിക്കുന്നു. അപ്പോഴെല്ലാം അവൾക്കൊരാഗ്രഹമേ ഉള്ളൂ, എനിക്ക് കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് ജീവിച്ചു മരിക്കണം. ഇത്രയും നീണ്ട രോഗത്തിൻ്റെ അവസ്ഥകളിൽ പിന്നെ മറ്റൊന്നും ചിന്തിക്കാനില്ല എന്ന് പിതാവ് മനസ്സിലാക്കുന്നു. അപ്പൻ അവൾക്ക് നിന്റെ ആഗ്രഹം പോലെ തന്നെ ആവട്ടെ എന്ന് സമ്മതം കൊടുക്കുന്നു. 33-ാമത്തെ വയസ്സിൽ രോഗാവസ്ഥയിലായിരുന്നപ്പോൾ തന്നെ അവൾ സന്യാസത്തിന് വേണ്ടി ആഗ്രഹിച്ച് അനുവാദം വാങ്ങിക്കുന്നു. പക്ഷേ ഇതുപോലത്തെ രോഗാവസ്ഥയിൽ കർമ്മലീത സന്യാസ സമൂഹത്തിലേക്ക് ചേരാൻ ആഗ്രഹിച്ചെങ്കിലും അവൾക്കത് പറ്റിയില്ല. അവളെ രോഗത്തിൻ്റെ ഒക്കെ വഴികളിൽ ആ ധൈര്യം പകർന്നും ശക്തി കൊടുത്തും വിശുദ്ധിയിൽ അവളെ കൈപിടിച്ച് നടത്താനും ശ്രമിച്ചത് 2 ഡൊമിനിക്കൻ വൈദികരായിരുന്നു. വിശുദ്ധരായ 2 ഡൊമിനിക്കൻ വൈദികർ. അവരുടെ ആത്മീയ സഹായം നേടിക്കൊണ്ട് തന്നെ കൂടുതൽ ഇവൾ വളർന്നുകൊണ്ടിരുന്നു. ഏതായിരുന്നാലും ഡൊമിനിക്കൻ 3-ാം സഭയിൽ അംഗമാകാനുള്ള ഒരു ഭാഗ്യവും അവസരവും അവൾക്ക് ലഭിക്കുന്നു. ഈ തീരുമാനം എടുത്തോടുകൂടി അവളുടെ രോഗം മാറുകയാണ്. രോഗം നന്നായി കുറയുകയാണ്. ഏതാണ്ട് മാറുന്നൊരവസ്ഥ പോലെ എത്തി. നൊവിഷ്യേറ്റ് അവൾ നടത്തുന്നു. പിന്നീട് അവൾ ദൈവാലയത്തിലെത്തി വ്രതം സ്വീകരിക്കുന്നു. ആദ്യ വ്രതം സ്വീകരിച്ചുകൊണ്ട് അവൾ തമ്പുരാൻ്റെ മണവാട്ടിയായിട്ട്, കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് സ്വയം സമർപ്പിക്കുകയാണ്. ആ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ അവൾ ജീവിച്ചു തുടങ്ങി. പക്ഷേ സഹനങ്ങൾ വീണ്ടും അവളുടെ ജീവിതത്തിലേക്ക് എത്തുകയാണ്. ദൈവം സഹനങ്ങൾ നൽകിക്കൊണ്ട് ഈ സഹോദരിയെ അനുഗ്രഹിച്ചു. വീണ്ടും ഒരു രോഗക്കിടക്കയിലേക്ക് അവൾ മാറുന്നു. കഠിനമായ രോഗം മൂലം അവൾ ഒരു ഭാഗികമായി അന്ധയും ബധിരയുമായിട്ട് മാറുകയാണ്. അന്ധമായ ഒരു ജീവിതത്തിൻ്റെ ബാഹ്യ നേത്രങ്ങൾക്ക് കാഴ്ചയില്ലാതെ പോയ സാഹചര്യങ്ങളിൽ ആന്തരികമായ വലിയ കാഴ്ച അവൾക്ക് ലഭിച്ചു. ബാഹ്യനേത്രങ്ങൾ അടഞ്ഞു തുടങ്ങിയപ്പോൾ ആന്തരിക നേത്രങ്ങൾ തുറന്നു കൊടുത്തു ദൈവം. കേൾവിയുടെ വഴികളിൽ ചില തടസ്സങ്ങൾ നേരിട്ടപ്പോൾ ആന്തരികമായ ഒരു സ്വരം അവൾ ശ്രവിച്ചു തുടങ്ങി. അവളുടെ അടുത്ത് വരുന്നവർക്കൊക്കെ വലിയ സ്നേഹത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ വാക്കുകളായി അവൾ മാറി. അകം കാണാനുള്ള ഒരു കാഴ്ച. അടുത്തു വരുന്ന മനുഷ്യർക്ക് അവരുടെ ആന്തരികത മനസ്സിലാക്കി ആത്മീയ ഉപദേശങ്ങൾ കൊടുത്ത് സഹായിക്കാനുള്ള വലിയ കൃപ ആത്മീയ ജ്ഞാനത്താൽ അവളുടെ മനസ്സിനെ ദൈവം നിറച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം അവളുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് ദൈവം പകർന്നു. അങ്ങനെ അസാധാരണമായ ജ്ഞാനത്തിൻ്റെ കൃപ ഈ വിശുദ്ധയ്ക്ക് ദൈവം കൊടുക്കുന്നതിനിടയായി. സഹനത്തിൻ്റെ വഴികളിൽ അല്പം പോലും തളരാതെ തമ്പുരാൻ്റെ കരം പിടിച്ചുകൊണ്ട് ജ്വരക്കിടക്കയെ പ്രാർത്ഥന പായായി മാറ്റിയ ഒരു വ്യക്തി. അങ്ങനെ ജീവിതത്തിൽ ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച ഈ സഹോദരിയുടെ ആഗ്രഹം കർമ്മലീത ആശ്രമത്തിൽ തന്നെ അടക്കം ചെയ്യണമെന്നുള്ളതായിരുന്നു. അവളത് കുറിച്ചു വെക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ ഹിതം പൂർത്തിയാക്കുന്ന വിധം അവൾ നിത്യതയിലേക്ക് കടന്നു പോവുകയാണ്. 1577 നിത്യതയിലേക്ക് അവരുടെ ആത്മാവ് കടന്നു പോകുന്നു. ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവളുടെ മാധ്യസ്ഥവും പ്രാർത്ഥനയും ധാരാളം ആളുകളെ അത്ഭുതകരമായ വിധം രോഗസൗഖ്യത്തിലേക്കും വിശുദ്ധിയിലേക്കുമൊക്കെ നയിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ജീവിച്ചിരുന്നപ്പോൾ തന്നെ തികഞ്ഞ വിശുദ്ധിയായിട്ട് തന്നെയാണ് അവൾ അറിയപ്പെട്ടിരുന്നത്. അവളുടെ മൃതസംസ്കാരത്തിന് ശേഷം, പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവളുടെ കുഴിമാടം തുറക്കുന്നതിനിടയായപ്പോൾ ആ വലിയ ശോഭയോടുകൂടി അഴുകാത്ത ശരീരമാണ് അവിടെ കാണപ്പെട്ടത്. അഴുകാത്ത വിശുദ്ധരുടെ തന്നെ ഒരു പദവിയിലേക്ക് വാഴ്ത്തപ്പെട്ട മേരി ബാഗ്നസിയും അങ്ങനെ കടന്നു വരികയായിരുന്നു. ശോഭയോടെ സുഗന്ധം പരക്കുന്ന വിധം അവളുടെ ശരീരം അവിടെ കാണപ്പെട്ടു. 1804 7-ാം പിയൂസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവൾ എന്ന് മേരി ബാഗ്നസിയെ ഉയർത്തി ആ ഒരു തലത്തിലേക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് നിയോഗിച്ചു. ഈ പുണ്യവതിയുടെ ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന മേഖലകൾ, സഹനത്തിൻ്റെ വഴികളിൽ പരിഭവം കൂടാതെ ജീവിച്ചുകൊണ്ട് സഹനത്തെ മുഴുവനും സങ്കീർത്തനമാക്കി മാറ്റിയ, സഹനത്തിൻ്റെ സുവിശേഷമാക്കി ജീവിതം നയിച്ച, സഹനത്തിലൂടെ അഗാധമായ ജ്ഞാനത്തിലേക്ക്, ദൈവകൃപയിലേക്ക്, വിശുദ്ധിയിലേക്ക് വളർന്ന ഈ ജീവിതം നമുക്കൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ മാതൃകയായിട്ട് മാറുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രാ വഴികളിലും സഹനങ്ങളുടെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ തിരിഞ്ഞു നോക്കാനൊരു ജീവിതമാണ് വാഴ്ത്തപ്പെട്ട മേരി ബാഗ്നസിയുടെ ജീവിതം. ഈ ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന മേഖലകളിലൂടെ ശാന്തമായി കടന്നു പോകാൻ, അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെയൊക്കെ കൊച്ചു ജീവിതങ്ങളെയും രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്കും സാധിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ഈ ജീവിതത്തിൻ്റെ സവിശേഷമായ മൂല്യങ്ങളിലൂടെ നമുക്കും സാവധാനം കടന്നു പോകാൻ ശ്രമിക്കാം.
വാഴ്ത്തപ്പെട്ട മേരി ബാഗ്നസിയുടെ ജീവിതത്തിൻ്റെ സുഹൃത വഴികളിലൂടെ നമുക്കും യാത്ര ചെയ്യാം. അവിടെ തിളങ്ങി നിന്ന സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലും സ്വീകരിക്കാൻ പറ്റുമോ എന്ന് സ്വയം ചോദിക്കാം. പുണ്യവതിയുടെ ജീവിതത്തിൽ സൗന്ദര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അവളുടെ ആന്തരിക നേത്രങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ വലിയ തെളിച്ചമുണ്ടായിരുന്നു. കൊച്ചുപ്രായത്തിലെ കൗമാരത്തിലേക്ക് കടക്കുന്ന സമയത്ത് തന്നെ ദൈവം തന്ന വലിയ അനുഗ്രഹമാണ് തനിക്കുള്ളതെല്ലാം എന്നവൾ തിരിച്ചറിഞ്ഞു. സൗന്ദര്യം എന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞു. തൻ്റെ നിത്യമണവാളന് വേണ്ടി സ്വയം സമർപ്പിക്കാൻ അവൾ തയ്യാറാവുകയാണ്. പലപ്പോഴും സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഒരുപാട് വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. ഈശോ ഒരു അന്ധനെ സുഖപ്പെടുത്തുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ. അവൻ്റെ കണ്ണുകളിൽ തുപ്പലുണ്ടാക്കി ചെളി പുരട്ടുന്നുണ്ട്. തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കി കണ്ണുകളിൽ പുരട്ടുമ്പോൾ ആദ്യം അയാൾ കാര്യമായിട്ടും കൃത്യമായിട്ടും ഒന്നും കാണുന്നില്ല. ഇപ്പോൾ നീ എന്തു കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു, കാണുന്നുണ്ട്, പക്ഷേ മനുഷ്യനെ കാണുമ്പോൾ അവ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു. മനുഷ്യനെ മരങ്ങളെപ്പോലെ കാണുന്ന ആ വൈകല്യത്തിൻ്റെ കാഴ്ച പാടില്ല എന്ന് ഈശോ മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും അയാളുടെ മേൽ കൈകൾ വെച്ച് അയാളെ അനുഗ്രഹിക്കുന്നു, സൗഖ്യം കൊടുക്കുന്നു. വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എങ്ങനെ കാണുന്നു? അയാൾ പറഞ്ഞു, ഇപ്പോൾ എല്ലാം വ്യക്തമായി കാണാം, ഓരോരുത്തരെയും അവനും അവളും ആയിരിക്കുന്ന അവസ്ഥയിൽ. ഇങ്ങനെയുള്ള ശരിയായ കാഴ്ചയാണ് നമുക്ക് ആവശ്യം. മേരി ബാഗ്നസിയുടെ ജീവിതത്തിൽ ഈ ഒരു തെളിച്ചം അവൾക്ക് അവളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ഉണ്ടായിരുന്നു. ആന്തരിക മനുഷ്യൻ്റെ സൗന്ദര്യത്തെ തിരിച്ചറിയാൻ പറ്റുക അതൊരു ആത്മാവബോധമാണ്. എന്നെ തന്നെ ഞാൻ തിരിച്ചറിയുക, എന്നെക്കുറിച്ച് തന്നെയുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ ഞാൻ ആദ്യം രൂപീകരിക്കുമ്പോഴാണ് മറ്റുള്ളവരെക്കുറിച്ചും ശരിയായ കാഴ്ചപ്പാടുകൾ എനിക്കുണ്ടാകുന്നത്. നാർസിസം എന്നൊരു വാക്കുണ്ടല്ലോ, ഗ്രീക്ക് മിത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് അതിൻ്റെ ഉൽപ്പത്തി. നാർസിസം എന്നൊക്കെ പറയുന്നത് ഗ്രീക്ക് മിത്തോളജി എങ്ങനെയാണ്? നാർസിസ് ദേവന് വലിയ സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു. അയാൾക്ക് സൗന്ദര്യമുണ്ട് എന്ന് അയാൾ തന്നെ ആസ്വദിക്കുകയാണ്, അയാൾ തന്നെ അനുഭവിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. അതുകൊണ്ട് തൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അയാൾ പുഴയോരത്ത് പോയിരുന്ന് പുഴയിലേക്ക് നോക്കും. തൻ്റെ തന്നെ പ്രതിബിംബം പുഴയിൽ കണ്ടിട്ട് അയാൾ ഇങ്ങനെ ആസ്വദിക്കുകയാണ്, തന്നെ തന്നെ ആസ്വദിക്കുന്ന, സ്വയം സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ദേവതകൾക്കൊക്കെ അസൂയ കൊണ്ടിട്ട് പുഴയോട് അവർ ഒന്ന് പറയുന്നുണ്ട്, നീ എന്തൊരു ഭാഗ്യവതിയാണ്, എന്നും നിൻ്റെ അടുത്ത് വന്ന് ഈ നാർസിസ് ദേവൻ ഇങ്ങനെ ഇരിക്കുന്നു, സൗന്ദര്യത്തിൻ്റെ ധാമമായ വ്യക്തി. പുഴ പറയുന്നു, ഞാൻ അദ്ദേഹത്തെ കാണുന്ന പോലുമില്ല, കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഞാൻ എന്നെയാണ് കാണുന്നത്. അവളും അല്ലെങ്കിൽ പുഴയും സ്വയം ആസ്വദിക്കുകയാണ്. ഈ ഒരു മനോഭാവമാണ് നാർസിസം എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്നത്. ആ വാക്കിൻ്റെ പോലും അർത്ഥം അതാണ്, സ്വയം ആസ്വദിക്കുന്ന ഒരു ഉത്തരവാദിത്തമില്ലാത്തൊരവസ്ഥ. സെൽഫി എന്നൊക്കെ പറയുന്ന ഒരു ശൈലിയുണ്ടല്ലോ, എപ്പോഴും സെൽഫിയുടെ കാലമാണ്. സ്വയം പടമെടുത്ത് ആസ്വദിക്കുന്നു എന്നതിൽ ഒരു ശരിയായ അർത്ഥം ഒരുപക്ഷെ കണ്ടേക്കാമെങ്കിലും അമിതമായ രീതിയിൽ അത് വന്നു കഴിയുമ്പം ഈ സെൽഫി സംസ്കാരം എന്ന് പറയുന്നത് തന്നെ അരുതാത്ത ഒന്നായിട്ടൊന്ന് മാറുന്നുണ്ടോ എന്ന് ആത്മപരിശോധനയ്ക്ക് ഒരു ഇടമുണ്ട്. തന്നെ തന്നെ പ്രൊജക്റ്റ് ചെയ്യാനും തൻ്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാനും മാത്രം കഴിയുന്ന ഒരു ഇടുങ്ങിയ സ്വാർത്ഥബദ്ധമായ മനോഭാവങ്ങൾ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് മാറ്റിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സെൽഫി സംസ്കാരത്തിലേക്ക് നാടും നഗരവും വളരുന്നുണ്ടെങ്കിൽ അതിനകത്ത് അപകടമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ തന്നെ ഫോട്ടോ എടുക്കുന്നതിൽ തെറ്റുണ്ടെന്നല്ല അർത്ഥം, മറിച്ച് ആ കാഴ്ചപ്പാടുകളെ നമ്മൾ മാറ്റിയെടുക്കണം. അതിനകത്ത് മറ്റുള്ളവരെ കാണാനുള്ള കണ്ണില്ലാതെ പോകുന്നുണ്ടെങ്കിൽ അത് അപകടകരമാണ്. അവരെൻ്റെ നന്മകൾ കാണാനുള്ള കണ്ണ്, അവരെൻ്റെ യഥാർത്ഥ മുഖം കാണാനുള്ള കണ്ണ്, ഇതാവശ്യമാണ്. ഇനി മറ്റുള്ളവരെ കാണുന്ന ഈ കണ്ണിനകത്തും വികലമായ കാഴ്ചയുണ്ടെങ്കിൽ അതിനകത്ത് അപകടമുണ്ട്. മെർലിൻ മൺറോ, അമേരിക്കയിലെ സെക്സ് ഗോഡസ് എന്നറിയപ്പെട്ടിരുന്ന ഹോളിവുഡിലെ വിഖ്യാതയായ ഒരുപക്ഷെ വളരെ അപകീർത്തിക്ക് കാരണക്കാരിയായ ഒരു നടി. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടെന്നും ആളുകൾ ചിന്തിച്ചു. വളരെ നഗ്നമായിട്ടും അർത്ഥനഗ്നമായിട്ടും ഒക്കെ ഏതു തരത്തിലും അഭിനയം കാഴ്ചവെച്ചുകൊണ്ട് അങ്ങനെ പ്രേക്ഷകരുടെ മനം കുളിർപ്പിച്ചുകൊണ്ട് ഉന്മാദലഹരിയിൽ ആഴ്ത്താൻ ഇവൾ സ്വയം സമയം കണ്ടെത്തി. സൗന്ദര്യമുണ്ടായിരുന്നു, പക്ഷെ അത് മുഴുവനും ഉടലിൻ്റെ ആഘോഷമാക്കി മാറ്റിയ അവൾ എല്ലാ തരത്തിലും ആസ്വദിക്കുന്നവരാണെന്നാണ് ലോകം കണ്ടത്, ലോകം ചിന്തിച്ചത്. തെറ്റിപ്പോയി. അദ്ദേഹത്തിൻ്റെ കാമുകന്മാരിൽ അമേരിക്കൻ പ്രസിഡന്റ് പോലും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഞടുങ്ങും. പക്ഷേ അവസാനം എല്ലാം ഒരു ആത്മഹത്യയിൽ തീർക്കുകയാണ്. ഒരു കുറിപ്പ് അവൾ എഴുതി വെക്കുന്നുണ്ട്, ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി. ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഇതുപോലെ ആസക്തിയോടെ അടുത്തു വരുന്നവരുടെ ഇടയിൽ എങ്ങനെയാണ് ഒറ്റപ്പെട്ടു പോവുക? ഉടലിൻ്റെ ആഘോഷങ്ങളിൽ അർത്ഥം കണ്ടെത്താൻ ശ്രമിച്ചു. യഥാർത്ഥ സൗന്ദര്യ സങ്കല്പങ്ങൾ അവൾക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. തൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെയുള്ള കാഴ്ചപ്പാടുകളിൽ വല്ലാതെ വിള്ളൽ വീണിരുന്നു. അതുകൊണ്ട് നഷ്ടമായത് അവളുടെ ജീവിതമാണ്. യഥാർത്ഥ ആസ്വാദ്യത ആന്തരികതയിൽ അടിയുറച്ചതാണ്.
ആന്തരികമായ ഒരു സൗന്ദര്യത്തെക്കുറിച്ചുള്ള അറിവിൽ നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് നീങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആസ്വദിക്കാൻ പറ്റുന്നത്. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്ന പരിശുദ്ധ അമ്മയുടെ കീർത്തനത്തിൻ്റെ സൗന്ദര്യം, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ കാതൽ തിരിച്ചറിയുവാൻ നമുക്കും നമ്മുടേതായ രീതിയിൽ ശ്രമിക്കാൻ കഴിയണം. വാഴ്ത്തപ്പെട്ട മേരി ബാഗ്നസിയുടെ ജീവിതത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പുറമാണ് സഹനത്തിൻ്റെ വഴികൾ. തൻ്റെ ജ്വരക്കിടക്കയെ ബലിവേദിയാക്കി മാറ്റിയ വ്യക്തിയായിരുന്നു ഈ പുണ്യവതി. കഠിനമായ സഹനങ്ങൾ യാതൊരു പരിഭവവും കൂടാതെ അവൾ സ്വീകരിച്ചുകൊണ്ട് ബലിവേദിയാക്കി കുരിശിനോട് ചേർത്ത് ജീവിതം വെക്കുന്നത് പോലെ. വിഖ്യാതമായ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ആ ഫിലിമിൽ ഈശോ കുരിശിനെ പുൽകുന്ന വിധം നിർമ്മാതാവ് ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. മെൽ ഗിബ്സന്റെ ആ ഒരു ശ്രദ്ധേയമായ പ്രസന്റേഷനകത്ത് കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനെ ആസ്വാദ്യതയോടെ പുൽകുന്ന മിശിഹായെ അവതരിപ്പിക്കുന്ന വിധം, അത്രമാത്രം കുരിശിനെ ആശ്ലേഷിക്കുന്ന രക്ഷകന്റെ ജീവിതത്തിൻ്റെ സമർപ്പണത്തിൻ്റെ വഴികൾ ഈ പുണ്യവതിയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ജ്വരക്കിടക്കയെ യഥാർത്ഥ ബലിവേദിയാക്കി മാറ്റാൻ, നമസ്കാരപ്പായയാക്കി മാറ്റാൻ, അനുഗ്രഹത്തിൻ്റെ ഒരു തലമാക്കി മാറ്റാൻ ഈ പുണ്യവതിക്ക് കഴിഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങളോട് നമ്മളെങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കുറ്റബോധത്തോടു കൂടി തന്നെയാണ് പലപ്പോഴും പറയാൻ പറ്റുക. എൻ്റെ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നതും. എനിക്ക് ഒക്കെ സഹനങ്ങളെ വേണ്ട വിധം സ്വീകരിക്കാൻ കഴിയുന്നില്ല. സഹനങ്ങളിൽ തമ്പുരാൻ്റെ കുരിശിൻ്റെ സ്വഭാവം, നിഴൽ നാം തിരിച്ചറിയുന്നില്ല. സഹനങ്ങളെ വേണ്ട വിധം സ്വീകരിച്ച ധാരാളം ധന്യാത്മാക്കൾ ഇന്നും ജീവിക്കുന്നുണ്ട്. സ്മിത എന്ന പെൺകുട്ടിയെ ഞാൻ ഓർക്കുന്നു. അവൾ നിത്യതയിലേക്ക് കടന്നുപോയി കഴിഞ്ഞു. വളരെ മിടുക്കിയായിരുന്ന, സൗന്ദര്യം നന്നായി ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി 18 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ക്യാൻസർ ബാധിതയാണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ അവൾ ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ട് മാത്രം സഹനത്തെയും രോഗത്തെയും കണ്ടറിഞ്ഞു. ഒട്ടും പരിഭവിച്ചില്ല. ജ്വരക്കിടക്കയെ, സഹനത്തിൻ്റെ വേളകളെ അനുഗ്രഹത്തിൻ്റെ ആശ്ലേഷമായിട്ടും തൻ്റെ ആത്മനാഥൻ്റെ ചുംബനമായിട്ടും അവൾ സ്വീകരിച്ചുകൊണ്ട് ഞാൻ സഹിക്കുകയല്ല സ്നേഹിക്കുകയാണ് എന്ന് സംസാരിക്കാൻ പാകത്തിൽ ഉയർന്നു കഴിഞ്ഞിരുന്നു. നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ മകൾ പറയുന്നത്, ഞാൻ ഈശോയെ സ്നേഹിക്കുകയാണ്, എൻ്റെ ആത്മമണവാളനെ സ്നേഹിക്കുകയാണെന്ന് പറയുന്നു. 18 വയസ്സിൽ നിത്യതയിലേക്ക് യാത്രയായി. അതുപോലെ തന്നെ നിമിൽ എന്ന മറ്റൊരു യുവതിയും ഈ സഹനത്തിൻ്റെ വഴിയിൽ എത്ര മനോഹരമായിട്ട് ജീവിച്ചു കാലം മുൻപോട്ട് നീക്കുന്നു. കുരിശിൻ്റെ വഴിയുടെ അർത്ഥം തിരിച്ചറിയുന്നു. അവളുടെ ജീവിതത്തിൽ, നിമിലിൻ്റെ ജീവിതത്തിൽ ഒരു മരുന്ന് മാറി കുത്തിവെച്ചതിൻ്റെ ആഘാതത്തിൽ ശരീരവും ജീവിതമൊക്കെ തളർന്നു പോയ ഒരു വ്യക്തി, വിശുദ്ധ കുർബാന കൊണ്ട് തന്നെ വിശ്വാസത്തിൽ നാളുകൾ ജീവിക്കാൻ പോലുള്ള ഭാഗ്യം കിട്ടിയ വ്യക്തി, പിന്നീടും സഹനത്തെക്കുറിച്ച് ഒരു പരാതിയും പറയാതെ ഇന്നും കർത്താവിൻ്റെ കരങ്ങളിലെ സുരക്ഷിതത്വം അനുഭവിച്ചുകൊണ്ട് രോഗാവസ്ഥയിൽ തന്നെ സന്തോഷചിത്തയായിട്ട് കഴിയുന്ന കാഴ്ച അടുത്തു വരുന്നവർക്കൊക്കെ വലിയ പ്രചോദനമായി മാറുന്നു. നമ്മുടെയൊക്കെ കൊച്ചു ജീവിതങ്ങളിൽ കടന്നു വരുന്ന സഹനങ്ങളെ എങ്ങനെ സമീപിക്കുന്നു, എങ്ങനെ അതിനെ നമ്മൾ കാണുന്നു, അതിൻ്റെ പിറകിലുള്ള സുവിശേഷം വായിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നൊക്കെ നാം ചോദിക്കണം. ഇസ്രായേലിൻ്റെ ജീവിതയാത്രയ്ക്കിടയിൽ അവർ അല്പം സഹനമുണ്ടായപ്പോഴും എതിർപ്പുകളും പ്രതിസന്ധികളും കടന്നു വന്നപ്പോഴും വല്ലാതെ പിറുപിറുത്തവരാരും വാഗ്ദത്ത നാടിൽ എത്തിയില്ല എന്നാണ് തിരുവചനം പറഞ്ഞു വെക്കുന്നത്. ദൈവം തരുന്ന വിപരീത അനുഭവങ്ങളിലും ദൈവത്തിൻ്റെ ഹിതവും വഴിയും തിരിച്ചറിഞ്ഞ് പിറുപിറുപ്പ് കൂടാതെ ജീവിക്കാൻ കഴിയുക, അതാണ് പ്രധാനപ്പെട്ടത്. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും, വലിയ രീതിയിലൊന്നും നമുക്ക് സഹനത്തെ സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചെറിയ സഹനങ്ങളെ പിറുപിറുപ്പ് കൂടാതെ ദൈവത്തിൻ്റെ ഹിതമായി തിരിച്ചറിയാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വഴികളായി മനസ്സിലാക്കാൻ, നമ്മുടെയൊക്കെ പാപങ്ങൾക്ക് പരിഹാരമായി കാഴ്ചവെക്കാൻ കഴിയുമ്പോൾ അതെല്ലാം അനുഗ്രഹമായിട്ട് മാറുന്നു. അങ്ങനെ അനുദിന ജീവിതത്തിൻ്റെ യാത്രാ വഴികളിലെ അനുഭവങ്ങളെ മുഴുവനും യഥാർത്ഥ സുഹൃതങ്ങളാക്കി മാറ്റുവാനുള്ള ഒരു ആഹ്വാനമാണ് ഈ വാഴ്ത്തപ്പെട്ട മേരി ബാഗ്നസി നമുക്ക് തരുന്നത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ തിരുമുമ്പിൽ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. കുരിശിൻ്റെ നിഴലിൽ നിന്നുകൊണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളെ നോക്കിക്കാണാനും അർത്ഥവത്തായി നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും ഈ വാഴ്ത്തപ്പെട്ടവളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നത് ആന്തരിക ജ്ഞാനമാണ്. അവൾക്ക് ആന്തരിക ജ്ഞാനമുണ്ടായിരുന്നു മറ്റുള്ളവരെ വഴി നടത്താനും നയിക്കാനും. തൻ്റെ കണ്ണുകൾക്ക് അന്ധത അനുഭവിക്കേണ്ടി വന്നപ്പോഴും, തൻ്റെ അധരങ്ങൾക്ക് സംസാരശേഷി ഇല്ലാത്ത സാഹചര്യവും ബധിരമായ അവസ്ഥയും ഒക്കെ ഉണ്ടായപ്പോഴും അവൾക്ക് വലിയ കാഴ്ചയുണ്ടായിരുന്നു, വലിയ കേൾവിയുണ്ടായിരുന്നു. ആന്തരികമായിട്ട് അവരനെ അറിയാൻ കഴിയുക ആന്തരിക ജ്ഞാനമാണത്.
കുടുംബങ്ങൾക്ക് അന്യമായിരിക്കുന്നത്, സമൂഹത്തിൽ അന്യമായിരിക്കുന്നത് ഒക്കെ ഈ അവരെ അറിയുവാനുള്ള ജ്ഞാനമാണ്. മറ്റുള്ളവരെ അറിഞ്ഞ്, ആവശ്യങ്ങൾ അറിഞ്ഞ്, അവരുടെ മനോവികാരങ്ങൾ മനസ്സിലാക്കി അവരോട് ഇടപെടാനും സ്നേഹിക്കാനും കരുതാനും കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുഷ്പിക്കുന്നത്. അവിടെയാണ് ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ നടക്കുന്നത്. യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിതം അതാണ്. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ജീവിതം. അവരെന്നെ മനസ്സിലാക്കുന്ന, അവരുടെ ആവശ്യങ്ങൾക്ക് കൈത്താങ്ങ് നൽകുന്ന സ്നേഹത്തിൻ്റെ ഒരു സമർപ്പണം. ഈ വഴികളിലൂടെ വിനയത്തോടുകൂടി യാത്ര ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ശ്രമിക്കാം. അതിനുള്ള ഒരു സമർപ്പണവും തീഷ്ണമായ പ്രതിജ്ഞയും നമുക്കിന്ന് എടുക്കാനാവട്ടെ. കണ്ണുകളടച്ച് നമുക്ക് ദൈവസന്നിധിയിലേക്ക് തിരിയാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, തിരുസന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപാവരത്തിന് വേണ്ടി യാചിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിയ നിരവധിയായ അനുഗ്രഹങ്ങൾ ഓർത്ത് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പുണ്യവതിയായ വിശുദ്ധ മേരി ബാഗ്നസിയെ പോലെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലും അങ്ങയുടെ സ്നേഹത്തിൻ്റെ വെളിച്ചം ദർശിക്കാൻ, സഹനങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും വേദനകളുടെയും ദുരിതങ്ങളുടെയും നടുവിൽ അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ശോഭയോടെ ജീവിക്കാൻ, സഹനത്തിൻ്റെയൊക്കെ അർത്ഥം കുരിശിൻ്റെ നിഴലിൽ നിന്നുകൊണ്ട് തിരിച്ചറിയാൻ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ചെറിയ സഹനങ്ങളിലും അങ്ങയുടെ വലിയ ഇടപെടലുകളുണ്ടെന്ന സത്യം തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഇടയാവട്ടെ. നല്ല ദൈവമേ, യഥാർത്ഥ സൗന്ദര്യത്തിൻ്റെ ഉടമ അങ്ങാണെന്നും ഞങ്ങളുടെ ജീവിതം നീ തന്ന വലിയ ദാനമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മീയ സൗന്ദര്യത്തെ അർത്ഥവത്തായി മനസ്സിലാക്കാനും അങ്ങ് ആഗ്രഹിക്കുന്ന വിധം ഞങ്ങളുടെ ജീവിതം അങ്ങേ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ലഭിച്ചിരിക്കുന്ന കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമർപ്പണ വഴികളിൽ നീ ആഗ്രഹിക്കുന്ന വിധം ഞങ്ങളെ തന്നെ വിട്ടു നൽകാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അവിടുത്തെ അനുഗ്രഹിക്കുന്ന വലം കൈ നീട്ടി ഞങ്ങളെ ആശീർവദിച്ചാലും. വാഴ്ത്തപ്പെട്ട മേരി ബാഗ്നസി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.